Hello everyone, welcome to Tech and Travel. ഇന്ന് നമ്മളൊരു ടെക് റിവ്യൂ ആയിട്ടാണ് വരുന്നത്. ടെക് റിവ്യൂ ഇതാ നീ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടുന്ന് ഒരു സാധനം വന്നതാണ്. ഇവിടുന്ന് എന്ത് സാധനമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു മൊബൈലാണ്. ഏത് മൊബൈലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കോ M2 Pro മൊബൈലിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ പ്ലസ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം യൂസർ എക്സ്പീരിയൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അൺബോക്സിങ് വീഡിയോ കാണിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ യൂസർ എക്സ്പീരിയൻസ് കാണിക്കുന്നുണ്ട്. ഒരു 1 വീക്ക് യൂസ് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ പ്ലസും മൈനസും പ്രോസും കോൺസും എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതാ അൺബോക്സിങ് ചെയ്യുകയാണ്. അൺബോക്സിങ് ഇതാ നമ്മളിവിടെ ഒരു കട്ടൊക്കെ ഇട്ട് കൊടുത്തു, ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കട്ടൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനെ നമ്മൾ തുറന്നെടുക്കാൻ പോവുകയാണ്. തുറന്നെടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതാണ് ഈ ഒരു ബോക്സിലാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കവറിങ് ആയിട്ട് കുറച്ചൊരു സേഫ്റ്റി ആയിട്ട് ഒരു കവർ കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിന് ടോട്ടൽ ആയിട്ടുള്ളത് 16,894 റുപ്പീസാണ് ആയിട്ടുള്ളത്. അതായത് ഞാനിതിൻ്റെ പേര് ഇതുവരെ പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേര് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറഞ്ഞു. പോക്കോ M2 Pro, പോക്കോയുടെ അടിപൊളി പുതിയ ഫോണാണ്, M2 Pro ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഇതിപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ 16,894 ആണ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് തുറന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഞാൻ തുറന്നു. എല്ലാ മൊബൈലിലും കാണുന്ന പോലെ തന്നെ ഒരു യെല്ലോ ഒരു പേഴ്സ് പോലെ തന്നെ ഒരു സാധനമുണ്ട്. ഈ പേഴ്സിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഇതിനകത്ത് സാധാരണഗതിയിൽ ഈ മൊബൈലിൽ അവർ സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബോക്സിലുള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ചാർജർ, ഡാറ്റ കേബിൾ, അതുപോലെ തന്നെ യൂസർ ഗൈഡ്, പിന്നെ ഒരു മൊബൈലിനൊരു കവറ്, പിന്നെ സിം ഓപ്പണിംഗ് ടൂൾ. നമ്മളെ സിം ഓപ്പണിങ്ങിൻ്റെ ടൂളുണ്ട്. അതുപോലെ തന്നെ യൂസർ ഗൈഡ് ഉണ്ട്, ഒരു മൊബൈൽ കവറുണ്ട്. ഒരു വൈറ്റ് കളറിലുള്ള ഒരു മൊബൈൽ കവറാണ് തന്നിട്ടുള്ളത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ കവറാണ്, കുഴപ്പമില്ലാത്തൊരു മൊബൈൽ കവറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതേപോലെ തന്നെ അടച്ചു വെക്കാം. ഇനിയിപ്പോൾ നോക്കാം നമുക്ക് ബാക്കി ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഒരു കവർ കിട്ടിയിട്ടുണ്ട്. ഈ കവറിന് ജസ്റ്റ് ഒന്ന് ചാർജറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനുള്ളൊരു കവർ മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഒരു ഡാറ്റ കേബിളിൻ്റെ ഇത് C ടൈപ്പ് കേബിളാണ്. പിന്നെ നമുക്ക് ചാർജറിനും ഭയങ്കര ഭദ്രമാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് പാക്കിങ്ങിൽ. ഒരു ചാർജറുണ്ട്. ചാർജർ ആക്ച്വലി ഫാസ്റ്റ് ചാർജിങ് ചാർജറാണ്. 33 വാട്ടിൻ്റെ ചാർജറാണ്. അത് ഈ റെഡ്മിയുടെയൊക്കെ ഇതേ മോഡലുണ്ട്. ഇതേ മോഡലിൽ പക്ഷേ 18 വാട്ടിൻ്റെ ചാർജറാണ് തരുന്നത്. അപ്പോൾ ഇത് 33 വാട്ടിൻ്റെ ചാർജറാണ് തരുന്നത്. അതുപോലെ തന്നെ C ടൈപ്പ് കേബിളും ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് ചാർജറാണിത്, അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ ബോക്സിനകത്തുള്ളത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. നമുക്ക് അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞ പ്രകാരം നമുക്കൊരു ചാർജർ കിട്ടിയിട്ടുണ്ട്, കേബിൾ കിട്ടിയിട്ടുണ്ട്, യൂസർ ഗൈഡ് കിട്ടിയിട്ടുണ്ട്, മൊബൈൽ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കവർ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സ്ക്രീൻ ഗാർഡാണ്. സ്ക്രീൻ ഗാർഡ് എനിക്ക് അറിയില്ല, പോക്കോയിൽ കൊടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അതേപടി പറഞ്ഞ പ്രകാരം കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നമ്മുടെ സാധനം എടുക്കുന്നത്. സൂപ്പർ ബ്ലൂ കളറിലുള്ള അടിപൊളി പോക്കോയുടെ M2 Pro മൊബൈലാണ് നിങ്ങൾ ഈ കാണുന്നത്. അടിപൊളി മൊബൈലാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല കിഡിലൻ നല്ല വലുപ്പത്തിലുള്ള സ്ക്രീനാണ്. 6.3 ഇഞ്ച് വലുപ്പത്തിലുള്ള സ്ക്രീനാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 48 MP ക്യാമറയാണ് എന്ന്. പിന്നെ അതുപോലെ 4 ക്യാമറയാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്യാമറ 48 മെഗാ പിക്സലാണ്, മറ്റേത് 8 മെഗാ പിക്സലാണ്. പിന്നെയുള്ളത് 5 മെഗാ പിക്സലിൻ്റെയാണ്, പിന്നെയുള്ളത് 2 മെഗാ പിക്സലിൻ്റെയാണ്. 48 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ക്യാമറയാണ്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ഉള്ളത്, അത് പോർട്രേറ്റ് ക്യാമറയാണ്. പിന്നെ 5 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിളാണ്. 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ഇതിന് വേണ്ടിയിട്ടുള്ള ക്യാമറയാണ്. അപ്പോൾ 4 നിങ്ങൾക്ക് അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു നല്ല ചിത്രങ്ങൾ പകർത്തുന്നതിന് ഈ 4 ക്യാമറകൾ സഹായിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലിൻ്റെയാണ്. അപ്പോൾ അത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് എന്നുള്ളത്. പിന്നെ ബാറ്ററിയാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5020 mAh ബാറ്ററിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു 1-1.5 ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും.
റിമൂവബിൾ ബാറ്ററി അല്ല, ഇപ്പോൾ സാധാരണ എല്ലാ മൊബൈലിലും വരുന്ന പോലെ തന്നെ ബോഡിയോട് കൂടിയിട്ടുള്ള ബാറ്ററിയാണ്. ചാർജറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ഒരു 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ചാർജറാണ്. ഏകദേശം കമ്പനിയുടെ അവകാശവാദ പ്രകാരം 30 മിനിറ്റ് കൊണ്ട് തന്നെ 50%ഓളം ചാർജ് ഫുൾ ആവും. ഇതിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 9 പ്രോ ആണ്. അതിന്റെ ചാർജിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചാർജിങ്ങിൽ വളരെ ബെറ്റർ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്നത് വെറും 18 വാട്ട് ചാർജറാണ്. അപ്പോൾ ഇതിൽ വരുന്നത് 33 വാട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു ചൂസ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ലാത്തൊരു മൊബൈലാണിത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 10 ആണ്. പ്രൊസസ്സർ ഇത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G ആണ്. 4GB റാം ആണ്. 128GB മെമ്മറി തരുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഇൻബിൽട്ട് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. അത് 512GB വരെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടു. അൺബോക്സ് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് നല്ല ബ്ലൂ കളറിലുള്ള പോക്കോയുടെ ഒരു ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂസർ എക്സ്പീരിയൻസിൻ്റെ സമയത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ 1 വീക്കിന് ശേഷമുള്ള നമ്മളെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഇടുക. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയും. എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസും കോൺസും മൈനസും പോസിറ്റീവും കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. 1 week later. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 വീക്കിന് ശേഷമുള്ള യൂസർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. യൂസർ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ ക്യാമറ ഇപ്പോൾ നമ്മൾ നല്ല കവറൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ബോക്സിൽ തന്നെ ഉള്ളതാണ്, ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കവറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ ക്യാമറ 48 MP ആണ്. നമ്മൾ ക്യാമറ ചെക്ക് ചെയ്ത് നോക്കി, നല്ല ക്ലാരിറ്റിയിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ കിട്ടുന്നുണ്ട്. കാരണം ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ചിലതൊക്കെ ഇവിടെ ചേർക്കുകയും ചെയ്യാം. പോർട്രേറ്റ് മോഡിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ക്ലിയറിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മാക്രോ മോഡിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല ക്ലിയറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെ പറയേണ്ടതാണ്. അതുപോലെ തന്നെ സ്ക്രീൻ സൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സ്ക്രീൻ സൈസ് വലിയൊരു സ്ക്രീനാണ്. അപ്പോൾ നമുക്ക് മൂവി കാണുന്നതിനും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രീൻ സൈസ് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ അടുത്തതായിട്ട് പറയേണ്ടത് ഒന്ന് പ്രോസസ്സിംഗ് സ്പീഡ് തന്നെയാണ്. പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 720G ആണ്. ഇതിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡിനെ കുറിച്ചിട്ട് പറയാൻ നമ്മൾ കുറച്ച് ഹൈ എൻഡ് ഗെയിംസൊക്കെ നമ്മളിതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൗൺലോഡ് ചെയ്തപ്പോൾ നല്ല ഒരു സാമാന്യ വേഗത്തിൽ തന്നെ നല്ല സ്പീഡോട് കൂടി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാം നമുക്കിതൊരു സ്പീഡ് നല്ലവണ്ണം ഉണ്ട്. കാരണം ഇപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല, പക്ഷേ മേ ബി അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതും കൂടി ഒരു പ്രധാനം നോട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലോഡൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതേ ഒരു പെർഫോമൻസ് സ്പീഡ് കിട്ടണം എന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഉപയോഗം വെച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 6GB റാമാണ്. 6GB റാമും ഇൻബിൽഡായിട്ട് 128GB മെമ്മറിയാണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ഒരു ഒട്ടുമിക്ക ആവശ്യങ്ങൾക്കും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു യൂട്യൂബറുടെ ആവശ്യത്തിനാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഡാറ്റ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇതിൽ. പിന്നെ അടുത്ത ഒരു നോട്ട് ചെയ്ത പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവായിട്ടുള്ള ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇടുന്നുണ്ട്. നമ്മൾ ബാക്ക് ക്യാമറ വെച്ചിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടും എടുത്തില്ല. ഫ്രണ്ട് ക്യാമറയും നല്ല ക്ലാരിറ്റി ഉണ്ട്. നല്ല ക്ലാരിറ്റി ഉള്ളതാണ്. ഒരു 8 MP ക്യാമറയാണ് ഫ്രണ്ടിലുള്ളത്. അടുത്തത് നമ്മുടെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബാറ്ററി ബാക്കപ്പ് എനിക്ക് തോന്നുന്നു പ്രതീക്ഷിച്ചത്ര നമ്മൾ പ്രതീക്ഷിച്ചത്ര ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഒരു നോർമൽ ഒരു ആവറേജ് ബാക്കപ്പ് മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഫുൾ ടൈം നെറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു നോർമൽ ബാക്കപ്പ് മാത്രമേ ആ സമയത്തൊക്കെ കിട്ടുന്നുള്ളൂ. ഈ പോക്കോ M2 പ്രോയുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം, നമ്മുടെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പോക്കോ M2 പ്രോയുടെ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു.